ദൈവങ്ങൾക്ക് ശക്തിയും പ്രശസ്തിയും കൂടുമ്പോഴാണ് സാധാരണ മനുഷ്യർ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്നതെന്ന് പ്രശസ്ത ബുക്ക് ഇൻഫ്ലുവൻസർ ആതിര വിലാസിനി പറഞ്ഞു. അങ്ങനെ സ്വന്തം മണ്ണിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നുമൊക്കെ പുറത്താക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കീളുവാരങ്ങൾ എന്ന നോവൽ വായനക്കാരിലേക്ക് എത്തുന്നതെന്നും അഭിപ്രായപ്പെട്ടു. അടിച്ചമർത്തപ്പെട്ട അനേകം മനുഷ്യരുടെ ശബ്ദമാകാൻ, അവരുടെ നിസ്സഹായതയെ തുറന്നുകാട്ടാൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട്. കാടിന്റെ മക്കൾ ജന്മിമാരുടെ അടിമകളായി മാറുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കീളുവാരങ്ങളിൽ അടയാളപ്പെടുത്തിയ മനുഷ്യരെന്നും അവർ പറഞ്ഞു. കേശവ് ജി സ്മാരക പൊതുജന വായനശാല സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആതിര വിലാസിനി. എന്നുള്ളൊരു ചോദ്യം വരും. അത്രയേറെ കാലിക പ്രസക്തിയും പ്രാധാന്യവും ആ നോവലിനുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ എന്താണ് ആ കാലിക പ്രസക്തി? അവർണനും സവർണരും, കീഴാളനും മേലാളനും, അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തുന്നവരും ഇവരൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം കീളുവാരങ്ങൾ എന്ന നോവൽ ചർച്ച ചെയ്യുകയും വായിക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ കീളുവാരങ്ങൾ എന്ന പുസ്തകം വായിച്ചവരുണ്ടോ? ഓക്കെ, വായിക്കാത്തവരാണ് ഭൂരിപക്ഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്തായാലും പുസ്തകത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആശയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ വായിക്കണം എന്ന തീരുമാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഒരു വാതിൽ തുറക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ എല്ലാ കഥകളും പറഞ്ഞ് അതിൻ്റെ വായനയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കൈ കടക്കുന്നേയില്ല. അപ്പോൾ കീളുവാരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു നോവലിൻ്റെ ചോരയും നീരുമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിന് പരിചയപ്പെടാനുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ വരുന്നത് ആ ജനവിഭാഗത്തിൽ നിന്നാണ്. നോവലിസ്റ്റ് മനീഷ് മുഴക്കുന്ന എഴുത്തനുഭവം പങ്കുവച്ചു. MK ഗോപകുമാർ, പ്രതീഷ് ഓളിയേക്കാൽ, രാജേഷ് കുമ്പള എന്നിവർ സംസാരിച്ചു. N കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ഗോപി മുളവന്നൂർ സ്വാഗതവും ജയരാജ് PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.